ഹേ, തേങ്ങ വറുത്തരച്ചൊരു സാമ്പാർ വെച്ചാലോ? അപ്പോൾ സാമ്പാറിന് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കുക്കറിൽ ആവശ്യത്തിന് തോരൻ പരിപ്പ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കായ ഇട്ട് നന്നായി മുരിച്ച് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി മുരിച്ച് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് മല്ലിയും മുളകും ഇടുന്നത്, നമ്മൾ പൊടികളായി ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വറമുളക്, കുറച്ച് ഉലുവ, പിന്നെ നമുക്ക് കറിവേപ്പില, തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് ആ വറമുളകിൻ്റെ സമയത്ത് മല്ലി ഇടണമായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നടുവിൽ കുറച്ചൊരു കുഴി ഉണ്ടാക്കി അതിലിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മല്ലി നന്നായി വറുത്തെടുത്തിട്ട് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് എണ്ണയിൽ ഫസ്റ്റ് ഇടുക കേട്ടോ, എന്നെപ്പോലെ ഇങ്ങനെ മറക്കണ്ട. പിന്നെ അത് നന്നായി മിക്സ് ചെയ്തിട്ട് 2 സ്പൂൺ സാമ്പാർ പൊടി കേട്ടോ, 2 സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് നന്നായി ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങ. അതിന് ശേഷം നന്നായി ഡ്രൈ ആയി വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല മൈ പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം തന്നെ നല്ലൊരു മണമാണ് അരപ്പിന്. അപ്പോഴേക്കും ഇതാ നമ്മുടെ പരിപ്പൊക്കെ വെന്തോ, അതിനെ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ വെജീസൊക്കെ അതിലിടാം. ഒരൊറ്റ വിസിൽ മാത്രം അടിച്ചെടുപ്പിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തുടഞ്ഞു പോകും. വേറൊരു പാനിലൊരു പൊട്ട് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കും തക്കാളിയും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് ആ വാട്ടിയെടുത്തതും കൂടി ഇതിലിടുക കേട്ടോ. ഇനി നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് ചെറിയ ഉള്ളി, കുടമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തിളയ്ക്കണ സാമ്പാറിലേക്ക് എടുത്ത് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി വറുത്തരച്ച സാമ്പാർ റെഡി. ഇതൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.